ഗൈസ് അപ്പോൾ ഇതാണ് വീഡിയോ, ഞങ്ങൾ എടുത്ത വീഡിയോ. അപ്പോൾ അതിന് കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട്. ആളങ്ങനെ പറയേണ്ട ആവശ്യം എനിക്ക് തോന്നിയില്ല. ഇതിനാണ് അങ്ങനെ സംസാരിക്കേണ്ട ആവശ്യം. ഹലോ ഗൈസ്, അപ്പോൾ ഞാൻ ഇന്ന് വന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കൊരു കമന്റ്സ് കുറച്ചധികം വന്നിട്ടുണ്ടായിരുന്നു. നെഗറ്റീവ് എന്ന് പറയാൻ അങ്ങനെ ഒരു രീതിയിൽ കുറച്ച് മെസ്സേജസ് കമന്റ് വന്നിട്ടുണ്ടായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ണ് ഇപ്പോൾ അങ്ങോട്ട് പോകുന്നത് അങ്ങനെ സംസാരിച്ച് അപ്പോൾ പറഞ്ഞു വന്നത് കമന്റ്, അതും ഞാനും അമ്മയും കൂടി ചെയ്ത ഒരു ട്രാൻസിഷൻ വീഡിയോ ആയിരുന്നു. അപ്പോൾ അതിനാണ് അത്രയധികം കമന്റ് വന്നിരിക്കുന്നത്. അത് അല്ലറ ചില്ലറ കമന്റ് ഒന്നും ഇടാം, നിങ്ങൾ കൊള്ളൂല, ഭംഗിയില്ല, നിങ്ങൾ എന്താ ഔട്ട്ഫിറ്റ് അങ്ങനെയൊക്കെ വെച്ചാൽ പിന്നെ ഒരു രസം ഉണ്ടായിരുന്നു കേൾക്കാൻ. ബട്ട് അതൊന്നും അല്ല ഗൈസ്. അപ്പോൾ ഞാൻ അതെന്താ ഫസ്റ്റ് ഏത് വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ചിലപ്പോൾ കണ്ടവർക്ക് ഓർമ്മ ഉണ്ടായിരിക്കും, ചിലവർക്ക് ഓർമ്മ ഉണ്ടാവില്ലല്ലോ പറയുമ്പോൾ, അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. ഗൈസ് അപ്പോൾ ഇതാണ് വീഡിയോ, ഞങ്ങൾ എടുത്ത വീഡിയോ. അപ്പോൾ അതിന് കുറച്ച് കമന്റ്സ് വന്നിട്ടുണ്ട്. അപ്പോൾ ആ കമന്റ്സ് ഞാൻ വായിക്കാം. മെയിനായിട്ട് ഒരു ഒറ്റ ആളാണ് കമന്റ് ചെയ്തിരിക്കുന്നത്, ആ ഒരു നെഗറ്റീവ്. ബാക്കിയുള്ളവർക്ക് അതിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷേ ആ ആളങ്ങനെ പറയേണ്ട ആവശ്യം എനിക്ക് തോന്നിയില്ല. ഇതിനാണ് അങ്ങനെ സംസാരിക്കേണ്ട ഒരു ആവശ്യം. നമുക്കൊരു സോങ് ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടാണ് നമ്മളത് റിക്രിയേറ്റ് ചെയ്തിട്ട് നമ്മുടെ ഇഷ്ടത്തിന് ഇടുന്നു. അതുപോലെ ഏത് സോങ് ആയിക്കോട്ടെ, ഇതിന്റെ കാസ്റ്റിന്റെ പേരും പറഞ്ഞ അതൊന്നും പറഞ്ഞിട്ട് യാതൊരു ആവശ്യമില്ല. ഞങ്ങൾക്ക് കമന്റ് വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാവും, ആ ശരിയാണല്ലോ എന്ന് തോന്നും. പക്ഷെ അങ്ങനെ ഇതാണ് നൗ ട്രെൻഡിങ് എങ്ങനെയാണ് ഇറങ്ങുന്നത് അനുസരിച്ചിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻസ് ആര് വേണമെങ്കിലും വട്ടവർ ആരും ആയിക്കോട്ടെ. ഇതിപ്പോൾ ഫേക്ക് അക്കൗണ്ട് ആണോ എന്ത് അക്കൗണ്ട് നമുക്കറിയില്ല. കാരണം റസിയ എന്നുള്ള ലത്തീഫ് എന്നുണ്ട്. അപ്പോൾ ആണോ സ്ത്രീയാവും, മീൻസ് പുരുഷനാവും സ്ത്രീയാവും, ആളങ്ങനെ ആണ്, അങ്ങനെ കിടക്കും. അപ്പോൾ അങ്ങനെ ആവാം. പിന്നെ പൊതുവേ എനിക്കിങ്ങനെ വീഡിയോസ് ഇങ്ങനെ നെഗറ്റീവ് വരുമ്പോൾ ഞാൻ ഇടാറില്ല. ഞാൻ കണ്ടില്ലാന്ന് വെക്കാറുള്ളൂ നെഗറ്റീവ്. അപ്പോൾ ഞാൻ ഡിലീറ്റ് ആക്കി കളയാറുണ്ട് കമന്റ്സ് ഒക്കെ. പക്ഷേ എന്തിനാ അതിൻ്റെ ആവശ്യം? ഇങ്ങനത്തെ ഒരു മെസ്സേജ് ആയതുകൊണ്ടാണ് ഞാനിത് നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വിചാരിച്ചത്. നിങ്ങളിങ്ങനെ ഷെയർ ചെയ്യാണ്ട് സപ്പോർട്ട് ചെയ്ത് നോക്കും, സപ്പോർട്ട് ചെയ്ത് നിൽക്കുക. നമ്മുടെ ലോകത്ത് ഒരുമിച്ച് ജീവിക്കാനാണ് പഠിക്കേണ്ടത്. അല്ലാണ്ട് ഈ പാർട്ടിനെ മതമാക്കിയിട്ട് അത് ചർച്ച ചെയ്ത് വലുതാക്കി കൊണ്ടുവരില്ല വേണ്ടത്. ഒരുമിച്ച് ലോകത്ത് ജീവിക്കാൻ, ഒരുമിച്ച് പോകാനാണ് മെയിനായിട്ട് വേണ്ടത്. ഗൈസ് പറഞ്ഞ് എൻ്റെ കണ്ണ് ഇങ്ങനെ പോകുന്നില്ല. വീണ്ടും അതെനിക്ക് അങ്ങനെ സംസാരിച്ചില്ല, നേരെ നോക്കി സംസാരിച്ച ശീലമില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ കഥകളി കാണിക്കുന്നത്. അപ്പോൾ ഇത് പറയാനാണ് ഗൈസ് ഞാൻ മെയിനായിട്ട് വന്നത്. അപ്പോൾ ഇനി റസിയ ലത്തീഫ് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്തോളൂ. പക്ഷേ ഇങ്ങനത്തെ അൺനോൺ ആയിട്ടുള്ള മെസ്സേജസ് ഒന്നും ചെയ്യരുത്. എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ വീഡിയോ ഇങ്ങനെ ചെയ്യൂ, അങ്ങനെ ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ. ബട്ട് ഇങ്ങനെ കാസ്റ്റും അതും ഇതും പറഞ്ഞ് എന്നെ IQ എന്നെ ജഡ്ജിയാണ് വന്നത്, ഞാൻ റിയാക്ട് ചെയ്തതാണ്. അപ്പോൾ ഓക്കെ ഗൈസ്, ഇത്രയേ ഉള്ളൂ. ബൈ ഗൈസ്. അപ്പോൾ ഓക്കെ, ഗുഡ് നൈറ്റ്. ഞാൻ ഡിറെസ്പെക്ട്ഫുൾ ആയിട്ട് ലൈവിൽ ഇങ്ങനെ വരാൻ എനിക്ക് ഇഷ്ടമൊന്നുമല്ല. പക്ഷെ ഞാനത് ഇങ്ങനെ ഞാൻ കറക്റ്റ് തീർത്തപ്പോൾ പോയില്ലെങ്കിൽ ശരിയാവില്ല തോന്നി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ തന്നെ അപ്ലോഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇനി ഇങ്ങനത്തെ മെസ്സേജസ് ഇടാണ്ടിരിക്കാൻ പരമാവധി ട്രൈ ചെയ്ത് അത്രയും ഗുഡ്. അല്ലെങ്കിൽ ഞാനിങ്ങനെ വീണ്ടും ഇങ്ങനെ സംസാരങ്ങൾ കേൾക്കാം. അതൊക്കെ കേൾക്കാൻ ഇങ്ങനെ താല്പര്യമുള്ളവരാണെങ്കിൽ കമൻറ്റ്. ഓക്കെ, ബൈ.